ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ദൈവകൃപയാൽ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു, നിങ്ങളും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തില്ല. അപ്പം കുറച്ച് പേര് അന്വേഷിച്ചു, രണ്ടുപേര് അന്വേഷിച്ചു. അവരോട് ഞാൻ വാട്സപ്പിൽ മറുപടിയൊക്കെ കൊടുത്തു. ബാക്കി ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഇടാഞ്ഞത്. ഞാൻ ഇച്ചിരി പ്രശ്നത്തിലായിരുന്നു. എന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളല്ല, ശാരീരികമായിട്ട് ഇച്ചിരി നല്ല പ്രശ്നത്തിലായിരുന്നു. പനിയൊന്നുമല്ല കേട്ടോ, വേറെ കുറച്ച് പ്രശ്നത്തിലായിരുന്നു. ഞാൻ ചോദിച്ച രണ്ടുപേരോട്, ജീനാസ് വെറൈറ്റി വ്ളോഗ്സിനോട്, ജയാസ് വെറൈറ്റി വ്ളോഗ്സിനോട്, അവരെന്നോട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാരും ചോദിച്ചില്ല, അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോടും പറയും. അപ്പോൾ നമ്മൾക്കിന്ന് ഹെയറിൻ്റെ ഒരു സൂപ്പർ ടിപ്പ് ചെയ്യാം, മുഖത്തിൻ്റെയും ഒരു സൂപ്പർ ടിപ്പ് ചെയ്യാം. അത് ഹെയറിൻ്റേത് ആഴ്ചയിലൊന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ഇത് നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ മുഖത്തിൻ്റേത് അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നര വരുമെന്നുള്ളൊരു പേടിയേ വേണ്ട. ഒരു 18 വയസ്സ് ഒക്കെ കഴിയുമ്പം തൊട്ട് നിങ്ങൾക്ക് ഇപ്പം ചെറുപ്പത്തിലേ നരയ്ക്കുമല്ലേ, അപ്പോൾ ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ വീക്കെൻഡിലും ചെയ്യണം. ഈ തലയിൽ തേക്കുന്ന സാധനം തേക്കുമെന്ന് പേടിക്കുകയേ വേണ്ട. ഒരു 18 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഇത് നിർബന്ധമായിട്ട് ആഴ്ചയിലൊന്ന് തേച്ചു. ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ പറയുമ്പം തന്നെ എന്നാക്കിയ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും ദോഷമില്ലാത്തതാണല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വിശ്വാസമാവും കേട്ടോ. പിന്നെ ഞാനിത് ആകെപ്പാടെ പണ്ട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്ന, ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പണ്ട് 97 ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഈ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര മുടി, നല്ല സിൽക്കി മുടി, തിക്കായിട്ടുള്ള മുടി, നീളമുള്ള മുടി, നല്ല നീണ്ട മുടിയെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്നാ മുടിക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഈ കാര്യം പറഞ്ഞു തന്നത്. അപ്പം ഇത് നിർബന്ധമായിട്ട് തേച്ചു. ആഴ്ചയിലൊന്ന് മതി കേട്ടോ, ആഴ്ചയിലൊന്ന് തേച്ചാൽ മതി. പക്ഷേ ആഴ്ചയിലൊന്ന് നിർബന്ധമായിട്ട് ചെയ്യണം. മുഖത്തേത് എല്ലാ ദിവസവും ചെയ്തോ കേട്ടോ, സൂപ്പറാണ്. അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നേരത്തെ അങ്ങ് ലൈക്ക് ചെയ്തു, സൂപ്പറാണ്. നമ്മളെല്ലാ ടിപ്സും നല്ല സൂപ്പറല്ലേ ഇടുന്നത്, ലൈക്ക് ചെയ്തു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണില്ല, എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ഞെക്കിയിട്ട് മാത്രമേ കാണാവുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടിപ്സുകളല്ലേ ഇതൊക്കെ. ഇത് നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവർക്കും മുടി വളരട്ടെ, ആരുടെയും മുടി നരയ്ക്കാതിരിക്കട്ടെ. മേലി നരയ്ക്കത്തില്ല, ഒരൊറ്റ മുടി. എല്ലാ ശനിയാഴ്ച അല്ലെ എല്ലാ വീക്കെൻഡിലും, ഞായറാഴ്ചയോ ശനിയാഴ്ച ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി നരച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട് കയറി തള്ളിക്കും. ഞാൻ ഒന്നും പരാതി പറയത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ വീക്കെൻഡിലും ഇത് ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടനെ ഒന്ന് ഞെക്കി, ലൈക്ക് ബട്ടണിലും ഒന്ന് ഞെക്കിയിട്ട് മാത്രമേ കാണാവുള്ളൂ. അതുപോലെ ഇത് ഉറപ്പായിട്ട് ഇത് നല്ലതായതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇന്ന് തലയുടെ ഉണ്ട്, മുഖത്തിൻ്റെ ഉണ്ട്. അപ്പോൾ എനിക്ക് 25-ാം തീയതി ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്ക് കല്യാണം ഉണ്ടല്ലോ. കല്യാണം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മുടിയും മുഖവും നല്ല ഭംഗിയായിട്ടിരിക്കണമല്ലോ. അപ്പം മുടിക്ക് അവിടെ ഇവിടെ കുറച്ച് നരയൊക്കെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ വരാൻ തുടങ്ങി. ഒത്തിരി ആയില്ല, നമ്മൾ VIP ഷാമ്പു തേച്ചിട്ട് 2 മാസം ആകുന്നു. മറ്റേ ആ കരി ഉണ്ടാക്കി സവാളത്തൊലിയും ഇതുമെല്ലാം കൂടെ കൂട്ടി നമ്മൾ കരി ഉണ്ടാക്കിയ തേച്ചതും ഒരു പ്രാവശ്യമല്ലേ തേച്ചുള്ളൂ, പിന്നെ അത് തേച്ചുമില്ലല്ലോ. അപ്പോൾ അത് ഒറ്റ പ്രാവശ്യം തേച്ചുള്ളൂ. അപ്പോൾ ഇന്ന് ആ കരി നമ്മളുടെ പഴയനാൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, മുടി വളരാനും മുടി കറക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ലെന്ന് തോന്നി, ഇതുവരെ പറഞ്ഞു തന്നിട്ടേ ഉള്ളെന്ന് തോന്നും. അപ്പോൾ ഇന്ന് ഞാനത് ചെയ്ത് കാണിക്കാൻ പോകാം. കുരേച്ചാതിങ്ങെടുത്തേ ആ ബൗള്. കുരേച്ചൻ എന്ന് പറയുന്ന ആഷെയറാണ്. പഴയ ആൾക്കാർക്കറിയാം, പുതിയ ആൾക്കാർക്ക് അറിയത്തില്ല. ആഷെയർ മൂത്ത മോൻ. ജോലിക്ക് പോകാൻ ഒരുങ്ങുമോ, അല്ലെങ്കിൽ വന്നതിന് വീഡിയോയിൽ. അപ്പോൾ ഞാൻ നല്ല സൂപ്പർ സാധനം, നിങ്ങളിത് ആഴ്ച ചെയ്യണം. എല്ലാ ആഴ്ചയിലും
ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം. ജോലിയുള്ളവർക്ക് ഞായറാഴ്ചയല്ലേ പറ്റുള്ളൂ. ആഴ്ചയിലൊന്ന് നിങ്ങളിത് ചെയ്യണം നിർബന്ധമായിട്ട്. എന്നാണെന്നറിയാവോ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്ത് 2 ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂണില്ലേ, 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് അത് 1 ഗ്ലാസ് ആകുന്നവരെ പറ്റിച്ചെടുക്കണം. 1 ഗ്ലാസ് ആകുന്നവരെ പറ്റിച്ചെടുത്തിട്ട് അതിനകത്ത് നമ്മൾ പിന്നെ ഹെന്ന പൗഡർ, ഇത് ഗോദ്രേജിൻ്റെയാണ്, അതിടുക. ഒരു ഇതെടുത്ത് തരുമോ സ്പൂണ് ഹെന്ന പൗഡർ. ചോറ് റെഡിയാണ് കേട്ടോ, കഴിച്ചിട്ടേ പോകണേ. അതിന് സമയമില്ലാത്ത ശകലം എളുപ്പമാരി കഴിക്കും. ഈ ചായമട്ടിലോട്ട് ഹെന്ന പൗഡർ നല്ലതായിട്ട് ഇടണം. നമ്മുടെ തലയെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടിയല്ലേ. നല്ലതായിട്ടിട്ട് ചായമട്ടിലോട്ടിട്ട് മിക്സ് ചെയ്യുവാണേ. അതിനകത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ മുട്ടയുടെ വെള്ളം, നമ്മുടെ കോഴി ഇന്നലെ 9 മുട്ട ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ഞാനവിടെ കാർ ഷെഡിലിരുന്ന് കസേരയിലിരുന്നുകൊണ്ട് കോഴിയുടെ മുട്ട എന്നെ ഇപ്പം ഒരാഴ്ച 1-2 ആഴ്ചയായിട്ട് മുട്ട കിട്ടുന്നില്ല. എന്നാന്നറിയാൻ വേണ്ടി നോക്കിയിരുന്നപ്പോൾ ഇടുക കൊത്തി കുടിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കൊത്തുമ്പോൾ പൊട്ടുമ്പോൾ അതിൻ്റെ വക്കെ പിടിച്ചുകൊണ്ട് ഒരുത്തി ഓടുമ്പോഴത്തേക്കിനും വേറൊരുത്തി എല്ലാ അവളുമാരും എല്ലാം കൂടെ പുറകെ വന്ന് മൊത്തം വലിച്ച് കുടിച്ച് തോടും കൂടെ കഴിക്കുക. 9 എണ്ണം നോർത്ത് നോക്കിയേ. ഞാനങ്ങ് എനിക്ക് സങ്കടം വന്നിട്ട് നമ്മളീക്കേണ്ട തീറ്റയെല്ലാം കൊടുത്ത് എന്ത് രൂപയാണ് തീറ്റയ്ക്കെന്നറിയാം. ഞാൻ നല്ലതായിട്ട് തീറ്റ കൊടുക്കുന്ന ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാർക്കറിയാം, അവരല്ലേ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് അത് മുഴുവൻ ഇപ്പം ചായമട്ടിനകത്ത് മുട്ടയുടെ വെള്ളയും തേയിലപ്പൊടിയും നന്നായിട്ടിട്ട് ഇളക്കുവാണേ. അപ്പോൾ എന്നാക്കിയ ചായമട്ടും മുട്ടയുടെ വെള്ളയും ഹെന്ന പൗഡറും ഇത് 3 കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ആ കരിക്കട്ട നമ്മളുണ്ടാക്കി വെച്ചിട്ടില്ലേ, ഇത് അതുകൂടെ ഇടുക. നമ്മുടെ കരി ഇട്ടു. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് കഴുകിക്കളയുക. ഇത് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല എഫക്റ്റ് കിട്ടും. നമ്മുടെ മുഖത്ത് ഞാൻ എന്നാക്കിയാണ് ചെയ്തതെന്നറിയാമോ, ചെയ്യാൻ പോകുന്നതെന്നറിയാം. ഇന്ന് 2 ഏത്തപ്പഴത്തിൽ 1 ഏത്തപ്പഴം മിച്ചം ഇരിപ്പില്ലായിരുന്നു. 1 ഏത്തപ്പഴം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ 1 ഏത്തപ്പഴവും ഒരു 1/4 ഭാഗം കുക്കുംബർ, ഒരു കുക്കുംബറിൻ്റെ 1/4 ഭാഗം കുക്കുംബർ, പിന്നെ ഇച്ചിരി കാപ്പിപ്പൊടി ഇട്ടു, ഇച്ചിരി നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഇച്ചിരി ഓറഞ്ച് ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചിരുന്ന അത് ഒരു സ്പൂൺ ഇട്ടു, പിന്നെ വിറ്റമിൻ ഇ ക്യാപ്സൂൾ 1 ഇട്ടു. അത്രേ ഇട്ടിട്ടുള്ളൂ. മുട്ടയുടെ വെള്ളയും ഒരു ശകലം ഇതിനകത്ത് മിക്സ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഓറഞ്ച് ഉണക്കി പൊടിച്ചത്, കുക്കുംബർ 1/4 ഭാഗം, പിന്നെ ഏത്തപ്പഴം നല്ലതായിട്ട് പഴുത്ത് പിടിയിരുന്നത് അത്, പിന്നെ കാപ്പിപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടി, വിറ്റമിൻ ഇ, അത്രയേ ഉള്ളൂ. മുട്ടയുടെ വെള്ളം, ഇത്രയും സാധനം അരച്ചത്. ഇനിയിപ്പോൾ ഇതങ്ങ് തേക്കുക. ഒരു മണിക്കൂർ ഇരുന്നോട്ട്, ഒരു കുഴപ്പമില്ല. മുട്ടയുടെ വെള്ളം ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് ഉണങ്ങുവാണ്. അപ്പോഴേ പോയി ചെറിയ ചൂടുവെള്ളത്തിൽ അങ്ങ് കഴുകി കളഞ്ഞേക്കണം. നല്ലതായിട്ട് ഉണങ്ങുന്നോടം വരെ ഇരിക്കുക. ഉണങ്ങി കഴിഞ്ഞാൽ കണ്ടമാനം അങ്ങ് വലിയുന്ന വരെ ഇരിക്കരുത്. ഇച്ചിരി ഒന്ന് ഇതാകാം, മുഖം നമ്മുടെ പിന്നെ നല്ല ഇതാകാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, ഇങ്ങനെ തൂങ്ങലൊക്കെ മാറി ഒന്ന് നല്ല ഇതാകാൻ വേണ്ടിയുള്ളതല്ലേ. ഇതൊന്ന് തേക്കട്ടെ. ഇത് നമ്മളുടെ മുഖം ഒന്ന് ടൈറ്റ് ആകാനും പിന്നെ നല്ല ബ്രൈറ്റ് ആകാനും
എല്ലാ പാടും കുരുവൊക്കെ ഇപ്പോൾ നമ്മുടെ കസ്തൂരി മഞ്ഞളുണ്ട്, കാപ്പിപ്പൊടിയുണ്ട്. പിന്നെ ഇച്ചിരി തേൻ ഒഴിച്ചു കേട്ടോ, ശക്കലം തേൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്തിരുന്നോണേ. ഞാൻ അല്ലെങ്കിൽ പിന്നെ ആ ഡിസ്ക്രിപ്ഷനിൽ ഇടണം. നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ. ഇപ്പോൾ ഇതെല്ലാം നിർബന്ധമായിട്ട് എന്നാന്ന് വെച്ചാൽ 25-ാം തീയതി കല്യാണം ഉള്ളതുകൊണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് ഇത് തേക്കണം. തലയിലും ഇത് തേക്കണം. ആഴ്ചയിലൊന്ന് ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും തേക്കാം കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഇത് തലയിൽ ആഴ്ചയിലൊന്ന് നിർബന്ധമായിട്ട് തേക്കണേ. നരയ്ക്കേയില്ല. പിന്നെ എല്ലാ ശനിയാഴ്ചയും ഇങ്ങനെ തേക്കുമ്പോൾ പിന്നെ നരയ്ക്കോ ഇല്ല, ഒരിക്കലും ഇല്ല, തേയില്ല, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഓക്കെ. അപ്പം നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ. പിന്നെ അതല്ല, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഭയങ്കര നല്ല ടിപ്സ് അല്ലേ. അതുകൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഈ ബൗളൊന്നും കണ്ടിട്ട് ഇതാക്കണ്ട. ഞാൻ ഈ ഹെന്ന കുഴയ്ക്കുന്ന ബൗളാണേ, നല്ല തേച്ച് കഴുകി വെച്ചിരിക്കുന്ന. പിന്നെ അതിൻ്റെ ഒരു ഇത് ഈ ഹെന്നയുടെയൊക്കെ ഒരു കറ വരുമല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ സാധനം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് ദൈവം സഹായിച്ചാൽ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ.